അന്നും ഇന്നും ഞാൻ പറഞ്ഞു, അത്ര എളുപ്പം തകർക്കപ്പെടാവുന്ന ഒരു വ്യവസ്ഥയും സംവിധാനവുമല്ല ഇറാൻ. അമേരിക്ക കൊക്കിൽ ഒതുങ്ങാത്തതിനെ കൊത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ പറയുന്നു. 33 വർഷം കലാലയങ്ങളിൽ പഠിപ്പിച്ച ഒരു പാരമ്പര്യമുണ്ട്. കാരണം ഞങ്ങൾ കൈകാര്യം ചെയ്ത വിഷയം തന്നെയാണ്, അല്ലാതെ ഇപ്പോൾ കേട്ട ഒരു വിഷയമല്ല. ഈ ഹോർമൂസ് എന്നതോ ഇറാൻ വിഷയമെന്നോ അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ പ്രദേശമെന്നോ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചു മാത്രം മനസ്സിലാക്കുന്ന ആളുകളല്ല അധ്യാപകരായ ഞങ്ങളൊക്കെ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനിൽ വ്യോമാക്രമണം കടുപ്പിക്കാൻ അമേരിക്ക തയ്യാറാകുകയാണ്. വ്യോമാക്രമണത്തിലൂടെ മാത്രം ഇറാൻ എന്ന വമ്പൻ രാജ്യത്തെ കീഴ്പ്പെടുത്താം എന്നാണ് അമേരിക്ക കരുതുന്നത് എങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് താങ്കൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. തങ്ങളുടെ വിമാനങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് ഇറാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇറാൻ വിമാനങ്ങൾ ഇതുവരെ പരിഷ്കരിച്ചില്ല. വ്യോമാക്രമണങ്ങൾക്കായി മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയിലേക്ക് ഫോക്കസ് മാറ്റി. മിസൈലുകൾ കൊണ്ട് മാത്രമേ തങ്ങൾക്ക് മുന്നോട്ടു പോകാനാകൂ എന്ന മുൻകൂർ തിരിച്ചറിവാണ് ഇറാൻ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്കാൻ സഹായകരമായത് എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. ഇവിടെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുകൊണ്ടാണ്. അതായത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഇറാനെ അത്ര പെട്ടെന്ന് ആക്രമിച്ച് കീഴടക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന്. അത് പലരും വിചാരിച്ചത് നമ്മൾ ഇറാൻ പക്ഷം പിടിക്കുകയാണ് എന്നാണ്. ഇറാന് കിട്ടിയ തിരിച്ചടികൾ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? സാറും വർഷങ്ങളോളം കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളെ പഠിച്ചതും ഇറാനിൽ നിന്ന് താങ്കൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങളും വിശകലനം ചെയ്താണല്ലോ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത്. അതുപോലെ ഞാനും എൻ്റെ ടീമും വർഷങ്ങളായി മറ്റ് TV ചാനലുകളിൽ ജോലി ചെയ്ത അനുഭവത്തിൽ വിശ്വസനീയമായ ന്യൂസ് ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. യൂട്യൂബേഴ്സിൻ്റെ നിലവാരത്തിലേക്ക് വാർത്തകൾ പോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് മറ്റു പല യൂട്യൂബേഴ്സും നൽകുന്ന വാർത്തകൾ കൊടുക്കാത്തത്. മാധ്യമപ്രവർത്തനത്തിൽ ഒരു പരിധിവരെയെങ്കിലും ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം വാർത്തകളൊന്നും ഞങ്ങൾ വിശകലനത്തിന് എടുക്കാത്തത്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക്കല്ല എങ്കിൽ കൂടി ഇറാൻ അനുകൂലമാണോ താങ്കൾ? എന്തുകൊണ്ട് ഇറാൻ പക്ഷം പിടിക്കുന്നു? ഒരു പക്ഷം പിടിക്കുന്നുണ്ടോ താങ്കൾ? രണ്ട് കാര്യങ്ങളാണ്. എന്ത് നിലപാടാണ് ഞാൻ എടുത്തത്? ഇത് ഏതെങ്കിലും രീതിയിലുള്ള ആശയക്കുഴപ്പത്തിന് വഴി വെച്ചിട്ടുണ്ടോ? ഇനി ഒരു നിലപാട് എടുക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നിലപാടുണ്ടോ? ഇതിനെല്ലാം ഉത്തരം നോ എന്നാണ്. ഇത് നിലപാടുകൾ എടുക്കേണ്ട വിഷയമല്ല. ഇറാൻ അനുകൂലമായോ അമേരിക്ക അനുകൂലമായോ അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂലമായോ ഏതെങ്കിലും രാജ്യത്തിന് വിരുദ്ധമായോ ഒരു നിലപാടെടുക്കേണ്ട ഒരു വിഷയമല്ലിത്. സാഹചര്യങ്ങൾ, മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക എന്നതാണ് എൻ്റെ ദൗത്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങൾ ഇറാൻ ചെയ്യുന്നത് ശരിയാണ്, ചിലത് തെറ്റാണ്. ശരിയെന്നും തെറ്റെന്നും പറയുമ്പോഴാണ് ആ വാർത്തയ്ക്കൊരു ആർജവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ വാർത്തയുടെ വിശകലന അധിഷ്ഠിതമായ പരിപാടിയാണല്ലോ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. ഒരു സംഭവങ്ങൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെടും. ആ റിപ്പോർട്ട് കടന്നു വരുന്നത് ഏത് ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് എന്ന് കൃത്യമായി കണ്ടെത്താനാവും. അതൊക്കെയാണല്ലോ ഞങ്ങളെപ്പോലുള്ളവർ വായിച്ചും കണ്ടും അറിഞ്ഞും ഒക്കെ മനസ്സിലാക്കുന്നത്. അത് പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ തന്നെ ഞങ്ങൾക്കൊക്കെ ഇൻപുട്ടുകൾ ലഭിക്കുന്നത് വിവിധങ്ങളായ സോഴ്സുകളിൽ നിന്നാണ്. ഈ സോഴ്സുകൾ നൽകുന്ന ഇൻപുട്ടുകൾ അത് പൂർണ്ണമായി അതുപോലെ വിശ്വസിക്കേണ്ടതില്ല. ഒരു സ്ഫോടനം നടന്നു എന്നതും എവിടെയാണ് നടന്നു എന്നതും കൃത്യമാണ്, അത് ഒബ്ജക്റ്റീവാണ്. ആ സ്ഫോടനത്തിന് പിന്നിൽ ആരായിരുന്നു എന്നത് ഒരുപക്ഷെ ഊഹമായിരിക്കാം. അത് ഊഹിക്കുന്നത് ഒരു ഏജൻസി ഊഹിക്കുന്നത് പോലെ ആവണമെന്നില്ല മറ്റൊരു ഏജൻസി ഊഹിക്കുന്നത്. അപ്പോൾ ഓരോ മാധ്യമത്തിനും അതിൻ്റേതായ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്, അതിൻ്റേതായ ഒരു പിൻകാല ചരിത്രമുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമുക്ക് മലയാളത്തിൽ തന്നെ നിലവിലുള്ള ടെലിവിഷൻ ചാനലുകൾ, ഏത് ചാനലുകൾ എന്ത് നിലപാടാണ് എടുക്കുന്നത്, പൊതുവെ അവരുടെ ഒരു ലൈൻ എന്താണ്, ഇത് എല്ലാവർക്കും അറിയാം. ശരാശരി TV പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടുകളായിട്ട് തന്നെ ഇരിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി കാണുക. അത് ഞാൻ തീർച്ചയായും അതിനെ ഒബ്ജക്റ്റീവായിട്ട് കാണുന്നു. ഒബ്ജക്റ്റീവ് ഒരു കാര്യത്തിൻ്റെ അനാലിസിസിലേക്ക് വരുമ്പോഴാണ് അവിടെ ന്യായ അന്യായങ്ങളും ഗുണദോഷങ്ങളും ശരി തെറ്റുകളും വിശകലനം ചെയ്യപ്പെടേണ്ടത്.
അത് ഒരു നിലപാടിൻ്റെ വിഷയമാണ്. എപ്പോഴും ഇറാൻ അനുകൂല നിലപാട് എടുത്തുകൊള്ളണമെന്നില്ല. ഇറാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഹോർമൂസ് ബലം പ്രയോഗിച്ച് അടയ്ക്കുന്നു എന്ന് പറയുന്നത് അത് ആര് ചെയ്താലും, ഇറാൻ ചെയ്താലും അമേരിക്ക ചെയ്താലും തെറ്റാണ്. ഏത് ബലപ്രയോഗവും തെറ്റെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും ഇറാൻ പ്രത്യാക്രമണം നടത്തിയാലും വിഷയത്തിൻ്റെ പരിഹാരമല്ല. എത്രയോ ആവർത്തിയാണ് ഇതാണ് നിലപാട്. അല്ലാതെ ഇറാൻ അനുകൂലമോ അമേരിക്കൻ അനുകൂലമോ അല്ല നിലപാട്. ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ ആളുകൾ ഗറില്ലകൾ ഇസ്രയേൽ നേരെ ആക്രമണം നടത്തി. അത് 2023 ഒക്ടോബർ 7 ആക്രമണം നടത്തി. അതിൻ്റെ രീതി തെറ്റെന്ന് എത്രയോ ആവർത്തി പറഞ്ഞ ആളാണ് ഞാൻ. അതേ നാവുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇസ്രയേൽ നിരപരാധികളായ അല്ലെങ്കിൽ ഹതഭാഗ്യരായ ഗാസൻ മണ്ണിലെ ആളുകൾക്ക് നേരെ നടത്തിയ ആക്രമണം ഡിസ്പ്രപ്പോർഷനേറ്റ് യൂസ് ഓഫ് ഫോഴ്സാണ്. അതും തീർത്തും അപലപനീയമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇസ്രയേൽ അനുകൂലമാണോ ഹമാസ് അനുകൂലമാണോ? അങ്ങനെ ചിന്തിക്കാനാവുമോ? തെറ്റ് തന്നെയല്ലേ? തെറ്റ് തെറ്റാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇന്നലെ, ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? തെറ്റാണ്, ശരിയാണ്. അത് മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിശകലനമാണ്. അതുകൊണ്ട് പെർമനൻ്റായി ഏതെങ്കിലും ഒരു രാജ്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്യുക, ഒരു രാജ്യത്തെ വിമർശിക്കുക, നിരന്തരം വിമർശിക്കുക, അങ്ങനെ ഒരു കാര്യമല്ല ഈ പ്ലാറ്റ്ഫോമിൽ പ്രേക്ഷകർ മഹാഭൂരിപക്ഷം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന വിവരം ലഭിക്കണം. 1. 2, ആ സംഭവത്തെ പൊരുൾ തിരിച്ച് മനസ്സിലാക്കാൻ കഴിയണം. ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക്, ഇപ്പോൾ ഒരു നഗരം, ആ നഗരത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണം. ആ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഇനി ഉദാഹരണത്തിന് ഹോർമൂസ് നഗരമൊന്നുമല്ല, കടലിടുക്കാണ്. ഈ ഹോർമൂസ് എവിടെയാണെന്ന് മനസ്സിലാകണം. എന്താണ് യഥാർത്ഥത്തിലെ അവിടെ പ്രശ്നം എന്നതിൻ്റെ പശ്ചാത്തലം, ആ പശ്ചാത്തലം കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ ഓരോ ആക്രമണത്തിൻ്റെയും ഓരോ സംഭവങ്ങളുടെ പൊരുൾ നമുക്ക് മനസ്സിലാകൂ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്തൊരു ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, ഭൗമരാഷ്ട്രീയം അതിലുണ്ടല്ലോ. മുൻകാലങ്ങളിൽ ഞാനൊരു രാഷ്ട്രമീമാംസ അധ്യാപകനായിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ 33 വർഷം കലാലയങ്ങളിൽ പഠിപ്പിച്ച ഒരു പാരമ്പര്യമുണ്ട്. കാരണം ഞങ്ങൾ കൈകാര്യം ചെയ്ത വിഷയം തന്നെയാണ്, അല്ലാതെ ഇപ്പോൾ കേട്ട ഒരു വിഷയമല്ല. ഈ ഹോർമൂസ് എന്നതോ ഇറാൻ വിഷയമെന്നോ അല്ലെങ്കിൽ മധ്യപൗരസ്യ പ്രദേശമെന്നോ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചു മാത്രം മനസ്സിലാക്കുന്ന ആളുകളല്ല അധ്യാപകരായ ഞങ്ങളൊക്കെ. അത് അക്കാദമികമായി തന്നെ ഇതെവിടെയാണ് കിടക്കുന്നത്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഭൂമിശാസ്ത്രം എന്താണ്, മുൻകാല ബന്ധങ്ങൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാനുണ്ടാകുന്ന യഥാർത്ഥ ചരിത്രപരമായ പശ്ചാത്തലം, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വിശകലനം നടത്തുന്നത്. അല്ലാതെ മാധ്യമ റിപ്പോർട്ടുകളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. മാധ്യമ റിപ്പോർട്ടുകൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്, അതിനെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരണം. ദീർഘകാല കുടിപ്പകകളുടെ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ബേസിസിലാണ് എന്തെങ്കിലും പ്രൊജക്ഷൻസ്. അത് ഭാവി പറയാൻ ഞങ്ങൾക്കാർക്കും ഒരു വരവുമില്ല എന്നുകൂടി സ്നേഹമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കണം. നാളെ എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് ബോംബ് വീഴാൻ പോകുന്നത്, കരാർ ഒപ്പിടുമോ നാളെ, എങ്ങനെ സംഭവിക്കും? ഇന്നത്തേത് വെച്ചിട്ട് നാളത്തെ ഒരു കാര്യത്തെ പ്രൊജക്റ്റ് ചെയ്യാനല്ലേ പറ്റൂ. അല്ലാതെ നാളെ അങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ, പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. ആരെങ്കിലും അങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പുല്ല് വില പോലും ഞാൻ കൊടുക്കുകയുമില്ല. കാരണം നാളുകളിൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെയാണെങ്കിൽ ആവാം ലക്ഷ്യം എന്ന് പറയും. അതിനർത്ഥം നാളെ എങ്ങനെ സംഭവിക്കണമെന്നാണോ? അപ്പോൾ ഇതൊക്കെ പ്രവചനം അല്ല. എൻ്റെ ജോലി പ്രവചനമല്ല. എൻ്റെ ജോലി സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്നതാണ്. അത് സത്യസന്ധമായി ചെയ്യണം എന്നതാണ് ആഗ്രഹം. അതിൽ ജിയോ പൊളിറ്റിക്സാണ് കൂടുതൽ പേരുകൾ. ഇപ്പോൾ ബാബിൽ മന്ദേബ് എന്ന കടലെടുക്കിൻ്റെ പേര്, ഹോർമൂസ് എന്ന കടലെടുക്കിൻ്റെ പേര്, അതിൻ്റെ പശ്ചാത്തലം, സമീപ രാജ്യങ്ങൾ, അതെന്തുകൊണ്ട് അവിടെ പ്രശ്നകലുഷിതമാകുന്നു, ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹം ഒരുപാട് പേർക്കുണ്ട്. ഇതൊരു പഠനം കൂടിയാണ്. ഒരു സ്റ്റഡി ക്ലാസ് എന്ന് പറയാനാവില്ലെങ്കിൽ ഇത് കോളേജുകളിലെ സ്കൂളുകളിലും അങ്ങനെ ഒരു പഠനമല്ലല്ലോ. ഇതാ സാഹചര്യം സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ സാഹചര്യം, ഭൗമരാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം വിശദീകരിച്ച് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെ വിലയിരുത്തുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആംഗിൾ. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ജീവിതവുമായി, എന്നെ കേൾക്കുന്ന ഏതാണ്ട് എല്ലാ പ്രേക്ഷകരുടെ ജീവിതവുമായും ബന്ധമുള്ള കാര്യമാണ് യുദ്ധം. ഇന്ത്യയിലല്ല, കേരളത്തിലല്ല യുദ്ധം നടക്കുന്നത്. പക്ഷേ കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ, ഇതൊരു മലയാള മാധ്യമമാണല്ലോ, ഈ പ്ലാറ്റ്ഫോമിൽ മലയാളത്തിലാണല്ലോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ ഓരോ മലയാളിയും
കേരളത്തിനുള്ളിൽ ജീവിക്കുന്നത് അവർ നേരിട്ടോ അല്ലാതെയോ വിദേശത്തു നിന്ന് വരുന്ന റെമിറ്റൻസിനെ ആശ്രയിക്കുന്നു. നേരിട്ടല്ലായിരിക്കാം ഒരു പക്ഷേ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു പരിധി വരെ താങ്ങി നിർത്തുന്നത് ഫോറിൻ റെമിറ്റൻസസ് ആണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ വിവരിക്കണ്ടേ? അതിൻ്റെ സാഹചര്യം, പശ്ചാത്തലം, അതിൻ്റെ എണ്ണയുടെ പോക്ക്, കാർട്ടലുകൾ, ഓയിൽ കാർട്ടലുകൾ, അല്ലെങ്കിൽ ഇല്ലേ, അത് ഓരോ രാജ്യവും എടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം തന്നെ പരിഗണന അർഹിക്കുന്ന വിഷയങ്ങളല്ലേ? അത് തീർച്ചയായും അവിടെ പരിഗണന വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണനാ വിഷയമായി വന്നു. ഓരോ മലയാളിയുടെയും ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതത്തെ നേരിട്ട് ടച്ച് ചെയ്യാൻ പര്യാപ്തമായ വിഷയമാണ് വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം. ഇപ്പം ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകും, നേരിട്ട് ഇന്ത്യയെ ബാധിക്കണമെന്നില്ല. ഇപ്പോൾ വെനിസ്വേലയിലെ അമേരിക്കൻ ആക്രമണം പോലും ഇന്ത്യയെ നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ബാധിക്കാം. എണ്ണയുടെ ഉത്പാദനം, എണ്ണയുടെ വിതരണം, ഇതെല്ലാം തന്നെ വിഷയമാണ്. അപ്പം അതുകൊണ്ട് ഗ്ലോബൽ പൊളിറ്റിക്സിനെ ഇൻസുലേറ്റ് ചെയ്ത് ഇവിടെ എന്താ കാര്യം, ഇവിടെ നടക്കുന്ന വല്ലതും പറയൂ, ഇവിടെ നടക്കുന്ന എന്തെങ്കിലും അഴിമതി പറയൂ, ശബരിമല അഴിമതി കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അതും വിഷയമാണ്, ഇവിടെ വിഷയമാണ്. പക്ഷേ ഒരു ഗ്ലോബൽ വിഷയത്തിന് കേരളത്തെ, ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളികളെ എങ്ങനെ ബാധിക്കും എന്നതും നാളുകൾ എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നതൊരു ഊഹമെങ്കിലും കൊടുക്കാൻ സാധിക്കണ്ടേ? കാരണം പലരും പഠിക്കുന്നത് തന്നെ ഗൾഫിൽ പോയി ജോലി നോക്കാം. അപ്പം ഗൾഫിൻ്റെ ഭാവി എന്തായിരിക്കും, എന്താണ് ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം, ഒരു സൂചനയെങ്കിലും കൊടുക്കാൻ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയുമെങ്കിൽ നന്ന്. ഗൾഫിലുള്ള 1 കോടിയോളം ആളുകളുണ്ട്. അതിൽ 40 ലക്ഷത്തോളം പേര് മലയാളികളാണ് GCC രാജ്യങ്ങളിൽ. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പല കാര്യങ്ങളും ഈ ചാനലിലൂടെ ഉൾപ്പെടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അവർക്കറിയാം, റിപ്പോർട്ടുകൾ അവർ കണ്ടതാണ്, ടെലിവിഷനിൽ കണ്ടതാണ്, അല്ലെങ്കിൽ വാർത്ത കണ്ടതാണ്. പക്ഷേ ആ റിപ്പോർട്ടുകളുടെ വിശകലനം എന്ന് പറയുന്നത് തീർച്ചയായും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഈ പങ്ക്തി ഇങ്ങനെ തുടരുന്നത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാനെ പിന്തുണച്ചതുകൊണ്ടോ അമേരിക്കയെ എതിർത്തതുകൊണ്ടോ അല്ലെ അമേരിക്കയെ പിന്തുണച്ചതുകൊണ്ടോ ഈ ചാനലിൻ്റെ നടത്തിപ്പുകാർക്കോ എനിക്കോ ഒന്നും തന്നെ ലാഭം കിട്ടാനില്ല. അതുമാത്രമല്ല, ഇത് അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ലോകകപ്പ് ഫൈനൽ മത്സരം എന്നതുപോലെ ആ രീതിയിലുള്ളൊരു ഗെയിമായി ഇതിനെ ഞാൻ കാണുന്നില്ല. പ്രേക്ഷകർ ദയവായി അങ്ങനെ കാണരുത്. യുദ്ധത്തെ ഒരു ഗെയിമായി, അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം മതം, തങ്ങളുടെ വിശ്വാസം, അതിനനുകൂലമായ ഒരു രാജ്യത്തെ പ്രതിഷ്ഠിക്കുകയാണ്, എന്നിട്ട് മറ്റേ രാജ്യത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെയുള്ളത് ഒരു വൈകാരിക പ്രകടനം എന്നതിൽ കവിഞ്ഞ് അതിനർത്ഥമില്ല. കാരണം അർജൻറ്റീനയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ പലരും സപ്പോർട്ട് ചെയ്യുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവരുടെ കളി മികവ് അല്ലെങ്കിൽ കളിയുടെ ചാരുത, അതടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം ലോകകപ്പ് ഫൈനലിൽ അർജൻറ്റീനയുടെ പ്രകടനം നിറം മങ്ങി. അപ്പം നിഷ്പക്ഷമായ അർജൻറ്റീന സപ്പോർട്ടേഴ്സ് എന്ത് പറയും? നിറം മങ്ങി തന്നെയാണ് കളിച്ചത്. അത് സത്യമല്ലേ? ഒരൊറ്റ മീനിങ് ഫുൾ ഗോൾ അവസരം പോലും അർജൻറ്റീനയ്ക്ക് ഉണ്ടായില്ല. അപ്പം അർജൻറ്റീന പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് കാവ്യനീതിയല്ലേ? അത് അപ്പോൾ അവിടെ ഒരു രാജ്യത്തെ കായിക ഹൃദയമുള്ളവർ പിന്തുണയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പിന്തുണയ്ക്കുന്ന രാജ്യത്തെ പോലും അല്ലെ ടീമിനെ പോലും വിമർശിക്കുന്നതിലും തെറ്റില്ല. അവിടെയാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്. നിഷ്പക്ഷത ഒരു പക്ഷമല്ലേ? അതൊരു പക്ഷമല്ലെന്ന് പറയാനാവുമോ? നിഷ്പക്ഷതയും ഒരു പക്ഷമാണ്. അല്ലെങ്കിൽ മെറിറ്റ് ദ ഇഷ്യൂ, നന്നായി അർജൻറ്റീന കളിച്ച് തോറ്റു എന്ന് പറയുന്നത് നിരാശയാണ്. നന്നായി കളിക്കാതെ തോറ്റു എന്ന് പറയുന്നത് അത് ന്യായമാണ്. എന്ന് പറയുന്നത് പോലെ ഇറാൻ്റെ കാര്യത്തിൽ അമേരിക്ക ഇടപെടുന്നത് തെറ്റ് എന്ന് ആദ്യം മുതൽ പറഞ്ഞിരുന്ന ഒരു ആളാണ് ഞാൻ. അമേരിക്കയ്ക്ക് അവിടെ ഒരു കാര്യമില്ല. ഇപ്പോഴും ഞാൻ അത് തന്നെ കൺസിസ്റ്റൻ്റ്ലി എൻ്റെ ഏത് വീഡിയോയും ഏത് പ്ലാറ്റ്ഫോമിലെ എവിടുത്തെ ഏത് വീഡിയോയും പറഞ്ഞു നോക്കിക്കോളൂ. അമേരിക്ക പശ്ചിമ ഏഷ്യയിൽ നടത്തുന്ന എല്ലാ നീക്കങ്ങളും ന്യായീകരിക്കാവുന്നല്ല, പല നീക്കങ്ങളും ന്യായീകരിക്കാവുന്നല്ല, മിക്ക നീക്കങ്ങളും ന്യായീകരിക്കാവുന്നല്ല. അമേരിക്കയ്ക്ക് അവിടെ വാട്ട് ബിസിനസ് ഡസ് അമേരിക്ക ഹാവ് എന്ന് പറയുന്നതിന് ഇറാൻ അനുകൂലമെന്ന് പ്രേക്ഷകർ കരുതാനാവുമോ? അല്ല. അമേരിക്ക വിരുദ്ധമെന്ന് പറയാനാവുമോ? അമേരിക്കയുടേതായ സ്പിയറുണ്ട്. അമേരിക്ക മധ്യപൗരസ്യ പ്രദേശത്ത് വന്ന് അവിടുത്തെ തർക്കങ്ങൾ പരിഹരിക്കേണ്ട രാജ്യമല്ല. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലും ഇറാനും ഇസ്രായേലും തമ്മിലും പരിഹരിച്ചുകൊള്ളും. അതിനൊരു മധ്യസ്ഥൻ്റെ അമേരിക്കയുടെ കടന്നു വരവാണ് സാഹചര്യങ്ങൾ വഷളാക്കിയത് എന്ന് അന്നും ഇന്നും എന്നും പറയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറാൻ ചെറിയ മീനല്ല എന്ന് പറഞ്ഞത് ചരിത്രപരമായ അവബോധം വെച്ചുകൊണ്ടാണ്. ഞാൻ അന്ന് മുതൽ പറയുന്നു, ഒരിക്കൽ പോലും ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു ആ യുദ്ധം, ആദ്യം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ 2023 ശേഷം പലയാവർത്തി ഇറാനും ഇസ്രായേലും തമ്മിൽ കുമ്പുകോർത്തല്ലോ. കഴിഞ്ഞ വർഷം 2025 യുദ്ധം നടന്നല്ലോ. ഇപ്പോൾ നിരന്തരം നടക്കുന്ന യുദ്ധമുണ്ടല്ലോ. 2026 ഫെബ്രുവരി 28 മുതൽ തുടർച്ചയായി നടക്കുന്ന യുദ്ധമുണ്ടല്ലോ. അന്നും ഇന്നും ഞാൻ പറഞ്ഞു, അത്ര എളുപ്പം തകർക്കപ്പെടാവുന്ന ഒരു വ്യവസ്ഥയും സംവിധാനവുമല്ല ഇറാൻ.
അമേരിക്ക കൊക്കിൽ ഒതുങ്ങാത്തതിനെ കൊത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ പറയുന്നു. ഒരു കരയുദ്ധത്തിലൂടെ ഒരു പരിഹാരം ഉണ്ടാവില്ല. ആകാശയുദ്ധവും ഒന്നിനും പരിഹാരമല്ല. പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞതല്ല സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞത് തന്നെയല്ലേ ഒരു രീതിയിൽ, അതിന് സമാനമായ രീതിയിലല്ലേ പറഞ്ഞത്? അത് കൺവിക്ഷനിൽ പറയുന്നതാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. റഷ്യ ഉക്രൈൻ്റെ കാര്യം നമ്മളിവിടെ സൂചിപ്പിച്ചു. അന്നും ഞാൻ പറയുന്നു, ഉക്രൈനെ ഏതാനും ദിവസം കൊണ്ട് പൊടിച്ചു കളയാം എന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. ഉക്രൈന് ബാഹ്യ സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ അത് സാധിക്കുമായിരുന്നു ഒരു പക്ഷേ ഉക്രൈന് വലിയ രീതിയിൽ പാശ്ചാത്യ സഹായം ലഭിക്കുന്നത് കൊണ്ട് റഷ്യൻ ആഗ്രഹങ്ങൾ അവിടെ പൂർണ്ണമായി നടക്കില്ല. ഇപ്പോഴും യുദ്ധം 4-ാം വർഷത്തിൽ എത്തിക്കഴിഞ്ഞു. ഫെബ്രുവരി 2022 മുതൽ അവിടെ യുദ്ധമാണ്. ഇപ്പോൾ 2026 മധ്യം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും തുടരുകയാണ്. അത് അവസാനിക്കാത്ത യുദ്ധമായി പോകുന്നു. അപ്പോഴും ഞാൻ അഭിപ്രായപ്പെട്ടത് എന്താണ്? ഒരു യുദ്ധം തുടങ്ങി വെക്കാനേ പറ്റൂ. ആ യുദ്ധം അവസാനിപ്പിക്കാൻ നമുക്കാവില്ല. അതുകൊണ്ട് യുദ്ധങ്ങൾ തുടങ്ങാതിരിക്കുക. ഡൊണാൾഡ് ട്രംപ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തെക്കുറിച്ചും പറഞ്ഞു. ട്രംപിന് യുദ്ധം തുടങ്ങി വെക്കാനേ ആവൂ. അതൊരു പക്ഷേ പിടിച്ചു കെട്ടാനാവില്ല. ഉക്രൈൻ യുദ്ധം താൻ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂർ കൊണ്ട് അങ്ങ് പരിഹരിച്ചു കളയും എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ അത് വമ്പ് പറച്ചിലാണ് എന്ന് നമ്മളൊക്കെ പറഞ്ഞില്ലേ? അത് ശരിയായി വന്നില്ലേ? അപ്പോഴങ്ങനെ തോന്നിയതുപോലെ ആരെങ്കിലും പ്രസ്താവന നടത്തിയതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാനൊക്കുന്നതല്ല. തുടങ്ങി വെക്കാനൊക്കും, അവസാനിപ്പിക്കാനൊക്കില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിയെക്കുറിച്ച് ഏറെ നമ്മൾ പരാമർശിച്ചു. ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന പ്രഖ്യാപനം അത് വലിയ കൗതുകമുണർത്തി, വലിയ പ്രതീക്ഷ ഉണർത്തി അമേരിക്കൻ പൗരന്മാർക്ക്. അതുകൊണ്ടാണല്ലോ ജയിച്ചു വന്നത്. ട്രംപ് സമാധാനത്തിൻ്റെ പാതയിൽ ആയിരിക്കും എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിച്ചത്. അതൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് ട്രംപ് അധികാരത്തിൽ വന്ന് ഒറ്റയാഴ്ചക്കുള്ളിൽ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുണ്ടോ, ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം പറഞ്ഞല്ലോ ട്രംപ് ഈസ് നോട്ട് ദാറ്റ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ കരുതുന്നത് തെറ്റാണ് എന്ന്, അങ്ങനെ അല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഉടനടി അങ്ങനെ അല്ല എന്ന് പറയുന്നതാണ് അന്തസ്സ് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഞാൻ പിടിച്ച മുയലിൽ 3 കൊമ്പുണ്ട് എന്ന് പറയുന്നതല്ല. ട്രംപ് കഴിഞ്ഞ ഊഴം കാര്യമായ കലഹപ്രിയനായിരുന്നില്ല. ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ അതിനേക്കാൾ സമാധാനപ്രിയനായിരിക്കും 2ാം ഊഴത്തിൽ എന്ന് വിശ്വസിച്ചു. അത് തെറ്റാണോ? ആ വിശ്വാസം തെറ്റാണ് എന്ന് പറയുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ ട്രംപ് അപകടകാരിയാണ്. ലോക സമാധാനത്തിന് നോബൽ സമ്മാനം ആഗ്രഹിക്കുന്ന ആൾ ലോകത്ത് കൂടുതൽ നാശങ്ങൾ വിതയ്ക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഡൊണാൾഡ് ട്രംപാണ്. അത് ആവർത്തിച്ച് പറയുന്നു. അത് തെറ്റാണ് എന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകന് പറയാനാവുമോ? ഡൊണാൾഡ് ട്രംപ് അല്ലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധം ഈ രൂപത്തിലായിരിക്കില്ല നടക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവുമോ? അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് പൂർണ്ണമായി നമ്മൾ പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ട്രംപിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ശരിയായി വന്നു. ട്രംപ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. എത്രാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്? ട്രംപ് പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നു. അത് വസ്തുതയല്ലേ? ട്രംപ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വിശകലനം നടത്തുന്നു എന്ന് കരുതുക. അത് നാളെ ട്രംപ് മാറ്റി പറയുമ്പോൾ ഈ വിശകലനം ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതൊന്ന് ആലോചിക്കണം. പറയുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ വിശകലനം ചെയ്യാനാവൂ. നാളെ എന്ത് പ്രസ്താവനയാണ് ട്രംപ് പറയുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാനാവുമോ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് എന്നോട് ബന്ധപ്പെടാറുണ്ട്. ഫോണിലും നേരിട്ട് കാണുമ്പോഴും ഒക്കെ സംസാരിക്കാറുണ്ട്. അവരുടെയൊക്കെ ഇൻപുട്സ്, അവരുടെയൊക്കെ മനസ്സ്, അഭിപ്രായങ്ങൾ, ഇൻപുട്ടുകൾ വിമർശിക്കുന്നവരുണ്ട്. എല്ലാവരും വിമർശനങ്ങളും തീർച്ചയായും പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന എല്ലാ വിമർശനങ്ങളും, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന വിമർശനങ്ങൾ പോലും സ്വാഗതം ചെയ്യുന്നു. കാരണം എല്ലാവർക്കും എല്ലാം അറിയില്ല. എനിക്കും ഒരുപാട് പരിമിതികളുണ്ടാവാം. അറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ലേ പറയാനൊക്കൂ. അല്ലെങ്കിൽ വിശകലനം, നമ്മൾ ചെയ്യുന്ന വിശകലനത്തിന് നേരെ എതിരായ വിശകലനം ചെയ്യുന്ന ആളുകളുണ്ടാവാം. ഉണ്ടായിക്കൊള്ളട്ടെ. അതല്ലേ പ്ലൂറാലിറ്റി, അതല്ലേ വൈവിധ്യം. അപ്പോൾ അതൊക്കെ പ്ലീസ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അതുകൊണ്ട് നിരന്തരം ഈ ചാനലിൽ വാച്ച് ചെയ്യുക. ഇതൊരു ഫോറിൻ പോളിസി ചാനൽ മാത്രമല്ല, വിവിധങ്ങളായ കാര്യങ്ങൾ, ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോർജ് ജോസഫ് സാറ് കൈകാര്യം ചെയ്യുന്നു. ഇക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ മേരി ജോർജ്, പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞയും അധ്യാപികയൊക്കെ ആയിരുന്ന മേരി ജോർജ് വിശകലനം ചെയ്യുന്നു. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ സംവിധാനമുണ്ട്. അതുപോലെ സംസ്ഥാന രാഷ്ട്രീയം ഒക്കെ സണ്ണിക്കുട്ടി എബ്രഹാം
കൈകാര്യം ചെയ്യുന്നു. CR നീലകണ്ഠൻ സാറ് വളരെ ആർജവത്തോടെ എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ്, കറൻറ്റ് അഫയേഴ്സ്, ഡെവലപ്മെൻറ്റ് എല്ലാം കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ സാധാരണ ജനങ്ങളോട് സംവദിക്കുന്ന ടെലിവിഷൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിരന്തരമായി പൊതുജനങ്ങളോട് സംവദിക്കുന്ന, മാധ്യമങ്ങളിലൂടെ സംവദിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. അതാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി. അല്ലാതെ എല്ലാ പ്ലാറ്റ്ഫോമിനും ക്രെഡിബിലിറ്റി അവകാശപ്പെടാനാവില്ല എന്നും എനിക്കറിയാം. യൂട്യൂബ് ചാനൽ നിലവാരം എന്ന് പറയുന്ന പ്രയോഗം തന്നെ അങ്ങനെയല്ലേ വന്നത്. ഒരു യൂട്യൂബ് ചാനൽ സെൻസേഷനലൈസ് ചെയ്യുന്നു, വ്യാജ വാർത്തകൾ കൊടുക്കുന്നു. എന്ത് വാർത്ത കിട്ടുമ്പോഴത് വ്യാജ വാർത്തയാണെന്ന് വാർത്തയാണ്. അതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. അല്ലാതെ തികച്ചും തെറ്റായ ഒരു വാർത്ത ഒരിക്കലും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജമീഷ് ഒരിക്കലും തെറ്റായ വാർത്തകൾ അവതരിപ്പിക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ചാനലുമായി സഹകരിക്കുന്നത് എന്നുകൂടി പ്രേക്ഷകരായ ആളുകൾ, കാരണം ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയും, ഞങ്ങൾ റിസോഴ്സ് പേഴ്സൺസ് എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി ഇതുമായി ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കുകയും ആ വാർത്താ അധിഷ്ഠിതമായ വിശകലനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർക്ക് പലർക്കും പ്രയോജനകരമാകും എന്ന ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. തീർച്ചയായും കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ ചേരുക. വിമർശനങ്ങളായിക്കൊള്ളട്ടെ, വിമർശനങ്ങൾ എപ്പോഴും സഭ്യത പുലർത്തുക, ആരോഗ്യപരമായിരിക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ അറിയുന്നത്. കമൻറ്റ് ബോക്സൊക്കെ വളരെ ആരോഗ്യപരമായ ഈ സംവാദങ്ങൾക്കുള്ള വേദി ആവേണ്ടതല്ലേ. അല്ലാതെ ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ തംബ്നെയിൽ മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി എന്തെങ്കിലും കമൻറ്റ് ഇടുമ്പോൾ അതിൽ എന്തർത്ഥമാണുള്ളത്? അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഇടുന്ന കമൻറ്റുകൾ മാത്രം നോക്കി പൊങ്കാല ഇടുന്ന ആ ഒരു രീതിയും അതും അത്ര ആരോഗ്യപരമല്ലല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഒരു മാധ്യമ സംസ്കാരത്തിൽ നമുക്കെല്ലാം തന്നെ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച്, പ്രേക്ഷകരും സംസാരിക്കുന്ന ആളുകളും ഒന്നിച്ച് അഭിപ്രായ രൂപീകരണം നടത്തുകയും സ്വയം പരിശോധിക്കുകയും ഒക്കെ ചെയ്യാനുള്ള കാര്യമാണ്. നമുക്ക് മതത്തെയും ജാതിയെയും വർഗത്തെയും വംശത്തെയും ഒക്കെ മാറ്റി നിർത്താം. സങ്കുചിതത്വങ്ങൾ മാറ്റി നിർത്തി മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ, ഒരു വിഷയത്തിൻ്റെ ന്യായാന്യായങ്ങൾ മൂല്യബോധത്തോടുകൂടി യുക്തിസഹമായി നമുക്കൊന്നിച്ച് കൈകാര്യം ചെയ്യാം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ, എന്തായാലും താങ്കൾ സൂചിപ്പിച്ചത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ പക്ഷം പിടിക്കുന്നില്ല യുദ്ധത്തിൽ. യുദ്ധം എല്ലാവരെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. യുദ്ധം ഏത് വിധേനയും അവസാനിക്കുക തന്നെ വേണം. അവിടെ ഒരു പക്ഷം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് തെറ്റാണ് എന്ന് വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇറാന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകുമ്പോൾ തിരിച്ചടി കിട്ടിയതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ പെരുപ്പിച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അടിയും തിരിച്ചടിയും എങ്ങനെയാണോ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് വാർത്തകൾ നൽകാൻ ഞങ്ങളും ശ്രമിക്കുന്നത്. പ്രേക്ഷകർക്ക് ഒരുപാട് പേർ ഞങ്ങളോട് മെയിൽ ചെയ്ത് ഇറാനിനെ മാത്രം ഇങ്ങനെ പുകഴ്ത്തിയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം ഞങ്ങൾ എടുത്തത്. നന്ദി.